ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൻ്റെ നിങ്ങൾ വരുത്തിയ ഒരു തെറ്റ് ഇപ്പം ഞാൻ ഇവിടെ ക്ലിയർ ചെയ്ത് തരാം. ഐ എൻജോയ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഞാൻ പറഞ്ഞു ഐ എൻജോയ് ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന്. ഐ എൻജോയ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാറുണ്ട്. ഐ എൻജോയ് ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാറുണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ എൻജോയ്, ഇവിടെ ടു ഇല്ലാതെ നമ്മൾ പറഞ്ഞപ്പോൾ വേർബ് ഐ എൻ ജി കൊടുത്തു. എൻജോയുടെ കൂടെ ടു ചേർത്തപ്പോൾ വേർബ് ഇൻഫിനിറ്റീവ് വന്നു. ഇതേ ഉള്ളൂ ഒരു വ്യത്യാസം. ഐ ഡിസ്ലൈക്ക് റീഡിങ്, ഇവിടെ ടു ഇല്ല, അതുകൊണ്ട് വേർബ് ഐ എൻ ജി കൊടുത്തു. ഐ ഡിസ്ലൈക്ക് ടു കൊടുത്തു, അപ്പോൾ വേർബ് ഇൻഫിനിറ്റീവ് V1 ആയി. ഐ ഹേറ്റ് വാഷിംഗ് ആണ്, ഐ ഹേറ്റ് ടു കൊടുത്തപ്പോൾ വാഷ് ആയിട്ട് മാറി. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? സെന്റൻസിന് ഒരു അർത്ഥ വ്യത്യാസവും ഇല്ല. പക്ഷേ ലവ്, എൻജോയ്, പ്രിഫർ, ലൈക്ക്, ഹേറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കൂടെ നമുക്ക് വേർബ് ഐ എൻ ജി ഫോമിൽ നിർത്താം. പിന്നെ എന്താണ്, ടു പ്ലസ് വേർബ് V1 ഫോമിലും എഴുതാവുന്നതാണ്. അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. പക്ഷെ എൻജോയ് ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് V1 കൊടുക്കാം. ഡിസ്ലൈക്ക് ടു എന്നുണ്ടെങ്കിൽ V1 എന്ന് കൊടുക്കാം. പക്ഷെ ഹെയ്റ്റ് ടു എന്നില്ലാത്തത് കൊണ്ട് ഐ എൻ ജി കൊടുക്കണം. എൻജോയ് ടു എന്നില്ലാത്തത് കൊണ്ട് വേർബ് ഐ എൻ ജി കൊടുക്കണം. എൻജോയ് ടു എന്നും കൂടെ ഉണ്ടെങ്കിൽ വേർബ് V1 ഫോമിൽ കൊടുക്കുക. മനസ്സിലായല്ലോ? താങ്ക് യു.